നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം പ്രതിപാദിക്കുന്ന ചർച്ചാ വിഷയമാകുന്ന ഇന്നത്തെ ദിനം 1201 ഇടവ മാസം 32-ാം തീയതി തിങ്കളാഴ്ച, അതായത് 2026 ജൂൺ മാസം 15-ാം തീയതി. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഇന്ന് സംക്രമമാണ്. ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 മിഥുന രവി സംക്രമം നടക്കും. മിഥുന മാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കും. അതിനാൽ ഈ സംക്രമ ദിനം നാം വിശേഷിച്ചൊരു കാര്യങ്ങളും ചെയ്യില്ല. ജ്യോതിഷികൾ കവടി വെക്കാത്ത ദിവസമാണ്. അമാവാസി, കറുത്ത വാവ് ദിവസവും സംക്രമ ദിവസവും. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. അമാവാസിയാണ്. കാലത്ത് 8:30 വരെ അമാവാസിയാണ്. അതിനാൽ പിതൃതർപ്പണം ചെയ്യുക, പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനൊക്കെ ഇന്നത്തെ ദിനം കാലത്ത് 8:30 വരെ വളരെ അനുകൂലമാണെന്ന് അറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ വെളുത്ത പക്ഷത്തിലെ പ്രതിപദം 1-ാമത്തെ തിഥിയായി. അമാവാസി സ്വതവേ ഒരു വിഷയങ്ങൾക്കും നാം സ്വീകരിക്കാത്ത ദിവസമാണ്. പ്രതിപദമാണെങ്കിലും വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലായാലും ഇവിടെ അമാവാസി കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലെ പ്രതിപദമാണ്. പ്രതിപദം ദാരിദ്ര്യം പ്രതിപദം കുര്യാതെന്നാണ് പ്രമാണം. പ്രഥമാ തിഥിക്കാണ് പ്രതിപദം എന്ന് പറയുക. അത് ദാരിദ്ര്യത്തെ ഉളവാക്കും. അതിനാൽ ഇന്നത്തെ വിഷയം മറ്റൊരു ശുഭകാര്യങ്ങൾക്കും നാം സമയം കാണേണ്ടതില്ല. ഇന്നത്തെ നക്ഷത്രം മകേരം നക്ഷത്രമാകും. മകേരം ഒരു ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ഈ പ്രത്യേക ദിനം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലമല്ലെന്ന് അറിയുക. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:04, അസ്തമയം വൈകിട്ട് 6:42. ഇന്നത്തെ രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്ന് സംക്രമമാകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധർമ്മദൈവ സങ്കേതങ്ങളിലേക്ക് പോവുക. അവിടെ വിളക്കിലേക്ക് എണ്ണ, തിരി നിങ്ങൾക്കാകുന്ന രീതിയിൽ അവിടെ ദേവതയുമായി നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കുന്നത് വളരെ ഗുണമാണ്. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ്. ധർമ്മദൈവങ്ങളുടെ പ്രസാദത്തിലൊരു തറവാട് നിന്നാകുന്നു. നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു അതിനെ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിനെല്ലാ സൗഭാഗ്യങ്ങളും അനന്തര തലമുറയ്ക്ക് ലഭിക്കുന്നതാണ്. ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകാം. മകേരം നക്ഷത്രമാണ്. ചൊവ്വാഴ്ച മകേരം നക്ഷത്രമാണ്. ചൊവ്വ നിൽക്കുന്നത് പുരുഷരാശിയിലാണ്, ഓജരാശിയിലാണ്, മേടത്തിലാണ്. അതിനാൽ സുബ്രഹ്മണ്യ പ്രീതിക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിയും ദിവ്യമയൂര വാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. ഇതാകുന്നു സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനാ ശ്ലോകം. സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രം ഓം ഭജദ്ഭുവേ നമഃ. വളരെ ശക്തമായൊരു മന്ത്രമാണ്. ഓം ഭജദ്ഭുവേ നമഃ. സുബ്രഹ്മണ്യനെ മനസ്സിൽ കാണുക, ധ്യാനിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി കടുംപായസം ചെയ്യാം. അപ്രകാരം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ മൂലമന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇത് ഭദ്രകാളി മന്ത്രമാണ്. മൂലമന്ത്രം എന്താണ്? ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഈ മന്ത്രങ്ങളാൽ മുഖരിതമാകട്ടെ ഇന്നത്തെ ദിനം. എല്ലാ വഴിപാടുകളും ചെയ്യുക. ദേവതകളുടെ അനുഗ്രഹം വാങ്ങുക. നന്ദി, നമസ്തേ.